സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 15-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു അവന്തിക, സരസ്വതി വിദ്യാമന്ദിർ വിദ്യാർത്ഥിനി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. കവിതാശാഖയിൽ ആരോഹണം ചെയ്ത് രാമ എന്ന മധുരാക്ഷരത്തെ മധുരമായി പാടിക്കൊണ്ടിരിക്കുന്ന വാത്മീകിയാകുന്ന കുയിലിനെ ഞാൻ വന്ദിക്കുന്നു. രാമായണം, രാമന്റെ അയനം. ഒരു ധന്യമായ ജീവിത ചരിതമാണ് രാമായണം. നിത്യജീവിതത്തിൽ ഉപകാരമേകുന്ന അനേകം മാതൃകകളാൽ സമ്പുഷ്ടമാണ് രാമായണം. മാനുഷ്യജന്തു മോക്ഷാർത്ഥങ്ങൾക്കായിട്ടാണ് രാമായണം ചമച്ചിട്ടുള്ളത്. വാത്മീകിയാൽ രചിക്കപ്പെട്ട മഹത് ഗ്രന്ഥം ഇന്ന് ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുകയാണ്. ആദികാവ്യവും ആദിത്യോഹാസവുമായ രാമായണം അനേകം സഹസ്രാബ്ദങ്ങളായി ഭാരതീയ സംസ്കൃതിയുടെയും ജീവിത വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനമെന്ന നിലയ്ക്കു വർത്തിക്കുമെന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. വാത്മീകി രാമായണത്തെ പിന്തുടർന്ന് ഒട്ടനേകം രാമായണങ്ങൾ സംസ്കൃതത്തിലും പ്രാദേശിക ഭാഷകളിലും ഉണ്ടായതിൽ ഏറ്റവും പ്രാമാണികം അധ്യാത്മ രാമായണമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരകാണ്ഡത്തിൽ നിബന്ധിക്കപ്പെട്ടതായി നാം മനസ്സിലാക്കുന്ന അധ്യാത്മ രാമായണത്തിൻ്റെ സുന്ദരമായ അനുവാദം ചെയ്ത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയെ അനുഗ്രഹിച്ചിരിക്കുന്നു. കിളിപ്പാട്ട് രൂപത്തിൽ എഴുതപ്പെട്ട എഴുത്തച്ഛൻ്റെ ഈ രാമായണം മലയാള മനസ്സിനെ ഭക്തിജ്ഞാനങ്ങളിൽ ആറാടിക്കുക മാത്രമല്ല, ധർമ്മബോധത്തിൻ്റെയും സാമാജികതയുടെയും കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കും വിധം സ്വാധീനിക്കുകയും ചെയ്തു. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പ്രയേണ എല്ലാ ഭവനങ്ങളിലും പാരായണം ചെയ്യപ്പെട്ടു വന്നു. മഹത്തായ സീതാചരിതവും പൗലസ്ത്യവധവുമാണ് രാമകഥാ സംക്ഷേപസാരം. 20,000 ശ്ലോകങ്ങളോടെയാണ് വാത്മീകി മഹർഷി രാമായണ കഥ കാവ്യരൂപത്തിൽ എഴുതി തീർത്തത്. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളിലാണ് രാമായണം രചിച്ചത്. ധർമ്മപരിപാലനവും മോക്ഷവുമാണ് രാമായണത്തിൻ്റെ തത്വം. രാമനും സീതയും ലക്ഷ്മണനും നമുക്കേവർക്കും നൈതിക ജീവിതത്തിന് മാതൃകയാകുന്നു. മഹത്തായ ഈ ഗ്രന്ഥം നിരവധി മാർഗദർശനവും നൽകുന്നു. ഏവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു രാമായണ മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.